എല്ലാവർക്കും നമസ്കാരം. Bmh Health Talks ലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ മുഹമ്മദ് സലീമാണ്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. സോ അത് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ട്? Kidney stone is quite common. മിക്കവാറും ലൈഫ് സ്റ്റൈൽ ഡിസീസാണത്. മിക്കവാറും ഫാസ്റ്റ് ഫുഡും ലെസ് ഓഫ് ഹൈഡ്രേഷൻ and uncontrolled the consumption of food which is not healthy, okay, and over that the less of a hydration and the stressful life, these things are the cause for the most of the lifestyle diseases. One of them is the stone. There are a lot of causes for the stone formation, but the main the mechanism happening behind it ennu parnal vellam kudikkunnathu koravana samayathil ningal edu bhakshana കഴിക്കുമ്പോൾ സോൾട്ടും സൊല്യൂഷൻ്റെ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തിനംശം കുറവാകുന്ന സമയത്തിൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലവണാംശം, യൂറിനിൽ പോകുന്ന ലവണാംശം, തടിയിലേക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ലവണാംശങ്ങൾ കാൽഷ്യം ആയിരിക്കും, ഓക്സലേറ്റ് ആയിരിക്കും, യൂറിക് ആസിഡ് ആയിരിക്കും. ഈ ലവണാംശങ്ങൾ ഫുഡിൽ കൂടുതൽ പോകുമ്പോൾ അതേ സമയത്തിൽ വെള്ളത്തിനംശം തടിയിൽ കുറവാകുന്ന സമയത്തിൽ സ്റ്റോൺ ഉത്പാദനമാണ്. ആ സ്റ്റോൺ ഉത്പാദനമാണ് ഇനീഷ്യൽ ലെവലിൽ മൈക്രോ ക്രിസ്റ്റൽസ് ആയിരിക്കും. അത് ഓർമ്മിച്ച് ഇതാക്കിയിട്ട് യൂറിൻ സിസ്റ്റമിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിനംശം കുറവുണ്ടാകുന്ന സമയത്തിൽ അത് മിക്കവാറും സ്റ്റോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദി വേരിയസ് സിംറ്റംസ് ഇൻസൈഡ് ഫോർ ദി പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി എന്തായിരിക്കും ഇതിൻ്റെ ബേസിക് സിംറ്റംസ് വരുന്നത്? എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിംറ്റംസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കിഡ്നിൻ്റെ ഉൾഭാഗത്തിന് സ്റ്റോൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എത്ര വലിയ സൈസ് ഉണ്ടായാലും സിംറ്റംസ് ഉണ്ടാവാതിരിക്കുക. ആദ്യം സിംറ്റംസ് ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതാണ്. അപ്പോൾ സിംറ്റംസ് ഇല്ലാതെ ഒരാൾക്ക് ഹെൽത്ത് ചെക്കപ്പിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റോൺ കാണാം. അതർവൈസ് കോമൺ സിംറ്റംസ് ആർ ദി പെയിൻ, ഹെമച്യൂരിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, യൂറിനിൽ ബ്ലഡ് കാണുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ ചിലപ്പോൾ ഏത് ലെവലിലാണ് സ്റ്റോൺ ഉണ്ട് അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുക. അത് ബ്ലാഡറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ. അനദർ തിങ് ഈസ് കിഡ്നി ബ്ലോക്കായ സമയത്തിൽ ഇപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ ടിപ്പിക്കൽ സീവിയർ പെയിൻ, ഈ കോലിക്കി പെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ എമർജൻസി ആയിട്ട് കേട്ടിട്ടുണ്ടാവും. നല്ലോണം സ്റ്റോണിൻ്റെ വേദന വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കയറി. ആ പെയിന് ടിപ്പിക്കൽ സ്റ്റോൺ കോലിക്കി പെയിൻ യുറേറ്റർ എന്ന് പറയും. ഈ കിഡ്നിൻ്റെ ട്യൂബിലേക്ക് ബ്ലോക്കാണ് സ്റ്റോണിൻ്റെ പെയിനാണ് യുറേറ്ററി കോലിക്. അത് മിക്കവാറും ലേഡീസിന് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പ്രഗ്നൻസി പെയിൻ എന്നാണ് പറയുള്ളൂ. അത്ര സീവിയർ പെയിൻ ആയിരിക്കും. അത് യുറേറ്ററി കോലിക്കിൻ്റെ സിംറ്റംസാണ്. അതർവൈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആസ് എ മെൻഷൻഡ് ബ്ലഡ് ഉണ്ടാവുക, മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിലുണ്ടാവുക, ബ്ലോക്കായിട്ട് ഫീവർ ഉണ്ടാവുക. ഇൻ കേസ് ഇസ് നോട്ട് കറക്റ്റ്ലി അറ്റൻഡഡ് ദെൻ യൂറിൻ ഒരു വേസ്റ്റ് ദ്രവ്യമാണ് തടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതൊരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയിലായിരിക്കും ബ്ലോക്കായിട്ട്. ആ സമയത്ത് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഫീവറായിട്ട് വരാം. ഇതാണ് കോമൺ സിംറ്റംസ് സ്റ്റോണിൻ്റേത്. എന്തായാലും കിഡ്നിൻ്റെ ഉൾഭാഗത്തിൽ ചില ആൾ കണ്ടിട്ടുണ്ടാവും എത്ര വലിയ കല്ലുണ്ടായിട്ടും സിംറ്റംസ് ഉണ്ടാവില്ല. ചില ആൾക്ക് 2 mm വരെ ബ്ലോക്കായിട്ട് നല്ലോണം വേദന ആയതുണ്ട്. അപ്പോൾ സിംറ്റംസ് ഉണ്ടാവുക, സിംറ്റംസ് ഇല്ലാതിരിക്കുക. സിംറ്റംസ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പെയിൻ ആയിരിക്കും, മൂത്രത്തിൽ ചോരൻ്റെ അംശമായിരിക്കും, മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിലായിരിക്കും. ഇതായിരിക്കും സിംറ്റംസ് ഉണ്ട് മെയിൻ. അപ്പോൾ നമുക്ക് സാർ പറഞ്ഞു ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പിന് വരുമ്പോഴായിരിക്കും ചിലവർ കാണുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പം ഒരു പെയിൻ ആയിട്ടോ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും സർ? യെസ്, ദി ഡയഗ്നോസ്റ്റിക് പാർട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഐ ടോൾഡ് ഇനിഷ്യലി, some people get diagnosed asymptomatic level when they get for the health checkup. ഒരു സ്റ്റോൺ പെയിൻ ആയിട്ട് വരുന്ന സമയത്തിൽ മെയിൻ ഇവാലുവേഷൻ സ്കാനും ആയിരിക്കും, യൂറിൻ ടെസ്റ്റ് ആയിരിക്കും. വൈ യൂറിൻ ടെസ്റ്റ്? ബിക്കോസ് ഒരാൾക്ക് പെയിൻ വന്നവർക്ക് ഇപ്പോൾ സ്കാൻ അവൈലബിൾ അല്ലാന്ന് ഉള്ള സമയത്തിൽ സിമ്പിൾ യൂറിൻ ടെസ്റ്റിൽ യൂറിനിൽ ഇപ്പോൾ ഒരു ഹെമച്യൂരിയ, മൈക്രോ ഹെമച്യൂരിയ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ 99% അത് സ്റ്റോൺ ആയിരിക്കും, യൂറേറ്ററി സ്റ്റോൺ, പെയിൻ റിലേറ്റഡ് പേഷ്യൻസിന്. അല്ലാതെ റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ടാണ്. അതിൻ്റെ കൂടെ കിഡ്നിൻ്റെ പ്രവർത്തനമൊക്കെ നോക്കുന്ന ടെസ്റ്റൊക്കെ ഉണ്ട്. കിഡ്നി ടെസ്റ്റ്, RFT ടെസ്റ്റ് എന്ന് പറയും. ക്രിയാറ്റിൻ നോക്കേണ്ടി വരുന്നു, യൂറിക് ആസിഡ് ലെവലും.
നെക്സ്റ്റ് ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾക്കത് കൺഫർമേഷനായിട്ട് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റൽ ഓർ സർജിക്കൽ മാനേജ്മെൻറ്റ് പോകുന്ന സമയത്തിൽ CT/KUB ഇപ്പോഴത്തെ ഇതിൽ എല്ലാവർക്കും പ്ലെയിൻ CT/KUB എന്ന് പറയുന്നത് ഡെഫിനറ്റ് ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനാണ്. അതുകൊണ്ട് ചില ടൈപ്പിൻ്റെ സ്റ്റോൺസും അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. യൂറിക് ആസിഡ് സ്റ്റോൺ ആയാലും CTയിൽ ഒരു ഹൗൺസ്ഫിൽ യൂണിറ്റ് മെൻഷൻ ആക്കുന്നത് ലെസ് ദാൻ 500 യൂണിറ്റ്സ് ആയിരിക്കും. അത് വൈ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിക്കോസ് ഹൗൺസ്ഫിൽ യൂണിറ്റ്സ് ലെസ് ആയ ഉടനെ സിംറ്റംസ് ഇല്ലാതെ കിഡ്നി സ്റ്റോൺസിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത്. ലാർജ് സ്റ്റോൺസ് വെൻ its required intervention can be planned accordingly with the CT urography. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻസ് ടു ഡയഗ്നോസ്. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്? നമുക്ക് കൺവെൻഷനലി ഇപ്പോൾ മെഡിസിൻ കൊടുത്ത് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അതേ അല്ലെങ്കിൽ നമുക്ക് സർജറിയിലോട്ട് കടക്കേണ്ടി വരുമോ? അതെങ്ങനെയായിരിക്കും നമ്മളതിനെ പ്ലാൻ ചെയ്യുന്നത്? കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന സമയത്തിൽ ഇസ് ക്ലാസിഫൈഡ് യൂറേറ്റർ സ്റ്റോൺ, ബ്ലാഡർ സ്റ്റോൺ ആൻഡ് കിഡ്നിൻ്റെ ഉൾഭാഗത്ത് സ്റ്റോണിൻ്റെതാണ്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ടിപ്പിക്കൽ സിംറ്റംസ് ആയിട്ട് കോളിക്കായിട്ട് പറഞ്ഞ പേഷ്യൻസിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സ്പൾഷൻ തെറപ്പി എന്ന് പറയും. ട്യൂബിലേക്ക് ബ്ലോക്ക് ആയിട്ടുള്ള കല്ല് ട്യൂബിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പ്രൊവൈഡഡ് ഇസ് ക്രിയാറ്റിൻ ഇസ് നോർമൽ, കിഡ്നി ഇസ് നോട്ട് ഡാമേജ്ഡ്, ഇൻഫെക്ഷൻസ് ഇല്ല. ഈ സിറ്റുവേഷനിലേക്ക് മിക്കവാറും എല്ലാ സ്റ്റോണിലേക്കും യൂറേറ്ററിൽ ബ്ലോക്കായ സ്റ്റോണിലേക്ക് സൈസ് മാറ്റർ ആവില്ല. ഒരു 2 ആഴ്ച മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി കൊടുക്കുക. അതിലുണ്ടായിരിക്കും ഒരു ആൽഫ ബ്ലോക്കർ, യൂറേറ്ററിൻ്റെ ട്യൂബ് റിലാക്സ് ആക്കുന്ന ഒരു മെഡിസിനും, അതിൻ്റെ കൂടെ ഒരു ലാസിക്സ് പറഞ്ഞ യൂറിൻ ഫിൽറ്റർ ആക്കുന്ന ഒരു മെഡിസിനും, പെയിൻ കൺട്രോൾ ആക്കാൻ ഒരു ഷോർട്ട് ടൈം 3 to 5 days പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും, ഇൻ കേസ് ദർ ഇസ് സം ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ സ്റ്റോൺ സോഫ്റ്റ്നെസ് എന്ന് പറയും. അതിന് പൊട്ടാഷ്യം മാഗ്നീഷ്യം സിട്രേറ്റ് മെഡിസിനും ഇല്ലാതെ യൂറിൻ ആൽക്കലൈസർ ഒരു സോഡ ബൈക്കാപ്പ് മെഡിസിൻസ് കോമ്പിനേഷനാണ് മെഡിക്കൽ എക്സ്പ്രഷൻ തെറപ്പി എന്ന് കൊടുക്കുക. അത് ട്യൂബിലേക്ക് ബ്ലോക്ക് ആയിട്ടുള്ളൊരു മെഡിസിൻ. അതാണ് മിക്കവാറും കോമൺ ആയിട്ട് ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ കാണാൻ പോകുന്നത്. ദെൻ ദി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ദി ഇൻട്രാറീനൽ സ്റ്റോൺ ഈസ് ലൈക്ക് ഡിപ്പെൻഡ് അപ്പോൺ ആസ് എ മെൻഷൻ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ CTയിൽ ഹൗൺസ്ഫിലിനസ് കുറവായിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് ക്യാൻ ബി ട്രൈഡ് ഫോർ ദി ലാർജ് സ്റ്റോൺ ആൾസോ. അതർവൈസ് ലാർജ് സ്റ്റോൺസ് യൂറേറ്റർ സ്റ്റോൺസ് വിച്ച് ഇസ് നോട്ട് കറക്റ്റബിൾ മെഡിക്കൽ ലൈനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോണിന് എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ആവശ്യത്താണ്. അതേപോലെ ബ്ലാഡർ സ്റ്റോണും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചില മൂത്രം ബ്ലോക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ഇതായിട്ടില്ലെങ്കിൽ ദെൻ വി ഹാവ് ടു ഗോ ഫോർ ദി എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് സർജറി മെഡിസിനിലൂടെ പോവാത്തത് നമ്മൾ സർജിക്കൽ പ്ലാൻസ് ചെയ്യും. അപ്പോൾ സർജറിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സർജറി പ്ലാൻസ് എന്തൊക്കെയാണ് വരുന്നത്? യെസ്, again the surgical plan will be depend upon the where the stone lying. ഏത് ഭാഗത്തിലാണ് സ്റ്റോണ് കുടുങ്ങിക്കിടക്കുക, either കിഡ്നിൻ്റെ ഉൾഭാഗത്താണോ, കിഡ്നിൻ്റെ ട്യൂബിലാണോ, അല്ല ബ്ലാഡറിലാണോ. ഈ 3 ഏരിയത്തിൻ്റെ ക്ലാസിഫിക്കേഷന് ട്രീറ്റ്മെൻറ്റ് ഡിഫറൻസ് വരുമല്ലോ. കൺവെൻഷണൽ എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ബ്ലാഡർ സ്റ്റോൺ ഉണ്ടെങ്കിൽ സിസ്റ്റോലിത്തോട്രിപ്സി എന്ന് പറയും. അതിൽ ലേറ്റസ്റ്റ് വെർഷൻ തൂലിയം ഫൈബർ ലേസറിൻ്റെ ഇതിൽ TFL ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നത് കൂടാണ്. യൂറേറ്ററിൻ്റെ ഇതിലേക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ URS പ്രൊസീജിയറാണ് കൺവെൻഷനിൽ ഇതാക്കുന്നത്. അതേ കിഡ്നിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ചെറിയ സ്റ്റോൺ ദർസ് എൻ കൺവെൻഷണൽ മെത്തേഡ് ഫോർ ESW, ദർസ് എ കൺവെൻഷണൽ മെത്തേഡ് ഫോർ RIRS ആൻഡ് ട്രഡീഷണലായിട്ട് PCL കിഡ്നി ഭാഗത്തിലേക്ക് ഓട്ട ഉണ്ടാക്കിയെടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇതാണ് എൻ്റെ യൂറോളജി ട്രീറ്റ്മെൻറ്റ് കൺവെൻഷനലി ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ്സാണിത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ കിഡ്നിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു സർജറി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രത്തോളം ഒരു സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും പ്രൊസീജിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഏതൊക്കെ ടൈമിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കും? കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ലാർജ് സ്റ്റോൺസ് കിഡ്നിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റാണ് PCNL എന്ന് പറയാം. ഈ PCNL എന്ന് പറഞ്ഞാൽ പറയാൻ കീ ഹോളാണ്. ബട്ട് കീ ഹോൾ ചെയ്യുന്നത് കിഡ്നിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഓട്ട ഉണ്ടാക്കിയിട്ടാണ് സ്റ്റോൺ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സംസാരിച്ച പോലെ തന്നെ സ്റ്റോൺ കിഡ്നിയിലേക്ക് ഡാമേജ് ചെയ്യും. അപ്പോൾ വെദർ ഇറ്റ്സ് അലൗഡ് ടു ഹാവ് എ കിഡ്നി ഹോൾ ഉണ്ടാക്കിയിട്ട് എടുക്കാനുള്ളൊരു സേഫ്റ്റിയാണോ? Is there anything alternative? Definitely it is a conventional procedure being followed. അതിനായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസും ഡോക്യുമെൻറ്റഡ് കോംപ്ലിക്കേഷൻസും ഉണ്ട് കിഡ്നിക്ക് ഹോൾ ഉണ്ടാക്കുന്ന സമയത്തിലും. ഈവൻ എവറിബഡി നോസ് PCNL ചെയ്യുന്ന സമയത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുക. ഇത് കിഡ്നിൻ്റെ ഉൾഭാഗത്താണ് ഞങ്ങൾ ഓട്ട ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് എക്സ്റേയിൽ നോക്കിയിട്ട്
we put a dye inside the kidney to visualize the PCS. എന്താ പറയുക, PCS ഉൾഭാഗത്തിൻ്റെ സിസ്റ്റം ഇങ്ങനെ ഒപ്പാസിഫിക്കേഷൻ ചെയ്തിട്ട് പുറത്തുനിന്ന് എക്സ്റേയിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ കിഡ്നിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഓട്ട ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ എടുക്കാൻ പോകുന്ന ഒരു മെത്തഡാണ് PCNL. അപ്പോൾ എന്താണ് റിസ്ക്? ബിക്കോസ് ബ്ലഡ് കിഡ്നിൻ്റെ ഉൾഭാഗത്തിൽ ഒരു മിനിറ്റിൽ 1.5 ലിറ്ററാണ് ബ്ലഡ് സർക്കുലേഷനിൽ പോവുക. ഇൻ കേസ് ദർ ഇസ് സം പ്രോബ്ലം ഹാപ്പനിങ്, ഇറ്റ് ക്യാൻ ബ്ലീഡ് എനി ടൈം or procedure. Yes, 90% of the time, more than 90% it won't bleed, but all the time the risk of bleeding is there. And post operation കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈഡ് കൂടെ ട്യൂബ് വെക്കേണ്ടി വരുന്നു. ഒരു 3 to 4 days we keep a PCN tube എന്ന്, അതും പെയിൻഫുള്ളാണ്. And yes, definitely 1 month to 3 weeks to 1 month rest is a must here, because once a kidney is damaged through a kidney hole, patient has to take rest for a complete healing. അത് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ബ്ലീഡിങ് സമയത്ത് ടൈമിലും ബ്ലീഡിങ് ആകുന്ന ചാൻസ് ഉണ്ടാകുന്നു. And we have seen the people coming with the non-healing side discharging wound because of the PCNL procedure. Yes, it is we may require this procedure at some time depending on the need of the procedure, in case it's not treatable with the other modality. What we're talking about is like, in the latest treatment, എന്താണ് ഇപ്പോൾ PCN large stones ഉണ്ടാകുമ്പോൾ എന്താണ് ഞങ്ങൾ പ്രൊസീജിയർ അഡ്വൈസ് ആക്കുന്നത്. വി ഹാവ് എ ടെക്നിക് നോൺ ആസ് RIRS. കൺവെൻഷനലി ഞങ്ങൾ RIRS എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ RIRS പ്രൊസീജിയറിൽ, കൺവെൻഷണൽ പ്രൊസീജിയറിൽ സ്മോൾ വോള്യൂം സ്റ്റോണും അതിനായിട്ടുള്ളൊരു ആക്ഷൻ ഷീറ്റും കുറേ റേഡിയേഷൻ വെച്ചിട്ട് എടുക്കുന്ന ടെക്നിക്കാണ് കൺവെൻഷനുള്ളത്. ബട്ട് ദ ലേറ്റസ്റ്റ് വെർഷൻ തുല്യം ഫൈബർ ലേസർ ഇൻട്രൊഡ്യൂസ് ആയ ശേഷം എൻറ്റയർ പ്രോസസ് ഓഫ് RIRS ഇസ് ചേഞ്ച്ഡ്. RIRS is going to be the next generation treatment. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് TFL യൂസ് ആക്കിയിട്ട് ഞങ്ങൾ കിഡ്നിൻ്റെ ഉൾഭാഗത്ത് എത്ര വലിയ കല്ലും കിഡ്നിക്ക് ഒരു അന്തരമില്ലാതെ, ഹോളില്ലാതെ, റേഡിയേഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും. ആൻഡ് വി കമ്പയർ ടു ദി കൺവെൻഷണൽ RIRS, വി ആർ നോട്ട് ഈവൻ യൂസിങ് ദി ആക്ഷൻ ഷീത്ത് റിക്വയർഡ് ഫോർ ദി RIRS. സോ ഇത് RIRS TFL DSS എന്നാണ് ഞങ്ങൾ ലേറ്റസ്റ്റ് വെർഷൻ ട്രീറ്റ്മെൻറ്റ് ഈ കിഡ്നി ലാർജ് സ്റ്റോൺസിലേക്കുള്ളത്. ഇറ്റ്സ് അവൈലബിൾ ഓൺലി ഇൻ BMH ഹോസ്പിറ്റലാണ്. And the safety, compared to the safety part, is like, there is no hole. കിഡ്നിയിലേക്കും ഹോൾ ഉണ്ടാക്കുന്ന ആവശ്യത്തെ വരുന്നില്ല. There is no much of a radiation. Okay, and ആക്ഷൻ ഷീത്ത് കൂടുതൽ യൂസ് ആക്കാതെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് സ്കോപ്പ് ആക്സസ് വെക്കുന്നത് കൊണ്ട് യുറേറ്ററിലേക്ക് ഡാമേജ്, ഇപ്പോൾ സമയം ഫാക്ടറാണ്. ചിലപ്പോൾ ലാർജ് സ്റ്റോണിൻ്റെ സമയം എടുക്കുന്ന 2-3 hours എടുക്കുന്ന പ്രൊസീജിയറിലും ഞങ്ങൾക്ക് യുറേറ്ററിലേക്ക് ഡാമേജ്, കിഡ്നിൻ്റെ ട്യൂബിലേക്ക് ഡാമേജ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്റ്റോൺ എടുത്ത് കളയാൻ പറ്റുന്നതാണ്. ആൻഡ് പോസ്റ്റ് ഓഫ് റിക്കവറി, ദി മോസ്റ്റ് ഓഫ് ദി പേഷ്യൻറ്റ് ഗോസ് വിതിൻ 24 hours. അപ്പോൾ ലാർജ് സ്റ്റോൺ വെച്ചിട്ട് 1 month മേ ബി ലൈക്ക് പേഷ്യൻറ്റ് ഹാസ് ടു ലൂസ് ദെയർ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി. കമ്പയർ ടു ദോസ് പ്രൊസീജിയർ, ഞങ്ങൾ RIRS TFL DSSൻ്റെ പ്രൊസീജിയറിൽ ഡേ കെയർ പ്രൊസീജിയർ മാക്സിമം 1 day റെസ്റ്റ് ആയിരിക്കും. ദെൻ ദേ ക്യാൻ ബി ഗോയിങ് ബാക്ക് ടു ദി റൂട്ടീൻ ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രോസ്റ്റേറ്റ് ഡിസീസ് എന്ന് പറയുന്നത് ആണുങ്ങളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സർ പറയാനുള്ളത്? Yeah, prostate disease is an age-related disease. Yes, younger patients do get the symptoms related to prostatitis. Obstruction ആയിട്ട് കോമൺ ആയിട്ട് ഏജ് റിലേറ്റഡ് ഡിസീസ് പറയുന്നത് ആഫ്റ്റർ 50 years ആണ്. പ്രോസ്റ്റേറ്റ് ഈസ് എ നോർമൽ ബോഡി ഓർഗൻ ഫോർ എവറി മെയിൽ പോപ്പുലേഷൻ. അതിൻ്റെ സിംറ്റംസ് 50 years കഴിഞ്ഞ ശേഷമാണ് 50% ആൾമാർക്ക് അത് മൈൽഡ് സിംറ്റംസ് വരാം. ആ 50% ആൾമാരിലേക്കാണ് വീണ്ടും അതിൻ്റെ 50% ആൾമാരിലേക്ക് ബ്ലോക്ക് ആകുന്നതും അതിൻ്റെ 50% ആൾമാരിലേക്കാണ് സർജറി ആവശ്യത വരുന്നതെന്ന് പറയുന്നത്. അത് 50% റൂൾസ് എന്ന് പറയുന്നത്. ബട്ട് സിംറ്റംസ്, കോമൺ സിംറ്റംസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊരു താമസം, തഴ്സ, മൂത്രം ഒഴിച്ചോ ഉണ്ടാകുമ്പോൾ സഡൻ ബ്ലോക്കായി പോവുക, രാത്രി വരുന്ന സമയത്ത് കുറേ പ്രാവശ്യം എണീക്കുക, കുറച്ച് ചില ആൾക്ക് മൂത്രം കടച്ചിലുണ്ടാവുക, ചില ആൾക്ക് മൂത്രത്തിൽ ചോറായിട്ട് വരാം. ഇതാണ് മിക്കവാറും ലോവർ യൂറിൻ ട്രാക്ട് സിംറ്റംസ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഡിസീസിൻ്റെ കൊണ്ടിട്ട്. മോസ്റ്റ് കോമൺ ഈസ് എ ഏജ് റിലേറ്റഡ് BEP, ബിനൈൻ എപ്പിത്തീലിയൽ ബിനൈൻ
ഹൈപ്പർട്രോഫി ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് BPH എന്നാണ് പറയുന്നത് സിംറ്റം ഡിസീസിന്. യെസ്, some people can have a cancer disease, but it is compared to any other cancer disease, the CA prostate disease, less aggressive behaving cancer ആയിരിക്കും. ബട്ട് ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് ആയിട്ട് വരുന്നത് എല്ലാത്തിലും ഇതേ സിംറ്റംസ് ആയിരിക്കും. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പം സാർ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിത് ഏർലി സ്റ്റേജിൽ എത്രത്തോളം നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? എന്തൊക്കെയായിരിക്കും അതിൻ്റെ സിംറ്റംസ്, അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ചൊന്ന് സാർ പറയാം. പ്രോസ്റ്റേറ്റ് സിംറ്റംസിൻ്റെ ഉള്ള പേഷ്യൻസിന് വിൽ ഗെറ്റ് ആൻ അൾട്രാസൗണ്ട് ആൻഡ് എ യൂറിൻ ടെസ്റ്റ് to rule out any infection, and ultrasound is required to assess the size and how much is it as എന്താണ് ഈ മൂത്രസഞ്ചിയിലേക്ക് ഈ പ്രോസ്റ്റേറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ഒരു മൂത്രസഞ്ചിൻ്റെ ദ്വാരത്തിൽ തടസ്സമുണ്ടാകുന്ന സമയത്തിൽ മൂത്രസഞ്ചി കൂടുതൽ പ്രവർത്തനം ഉണ്ടാക്കിയിട്ടാണ് മൂത്രം പുഷാക്കി കൊടുക്കാൻ നോക്കുക. അതിന് കൊണ്ടിട്ട് മൂത്രസഞ്ചിയിലേക്ക് സ്ലോലി ഓവർ ദ ടൈം ദർ വിൽ ബി സ്ട്രെയിനിങ്. സോ ഇറ്റ്സ് എ ലോങ് ടേം സിംറ്റംസ് ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് വിൽ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റെസിഡ്യൂൽ യൂറിൻ എന്ന് പറയാം. യെസ്, സൈസ് നെവർ എ മാറ്റർ ഫോർ എനി ട്രീറ്റ്മെൻറ്റ്. പ്രോസ്റ്റേറ്റിന് എപ്പോഴും അൾട്രാസൗണ്ടിലൊരു സൈസ് പറഞ്ഞ ഉടനെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നില്ല. സിംറ്റംസ് എന്താണ്? സിംറ്റംസ് പ്രിയോറിറ്റിയാണ്. പേഷ്യൻസ് തടസ്സമുണ്ട്, താമസമുണ്ട്, ബുദ്ധിമുട്ടാണ്, മൂത്രം ബ്ലോക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഫോർ എ ട്രീറ്റ്മെൻറ്റ്. അർലി സ്റ്റേജ് ഇസ് എ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി വി ഗിവ് ആൻ ആൽഫ ബ്ലോക്ക്. Then if there is not responding or there is a episode of repeated urine infection വരുന്നുണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ സഞ്ചിയിലേക്ക് ക്ഷീണം കൂടുതലാണ്, ദറ്റ് ഈസ് എ ബാലൻസ്, PVR എന്ന് പറയുന്നത് കൂടുതൽ ബാലൻസ് നിൽക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇൻഫെക്ഷൻ വരുന്നത്, ടാബ്ലറ്റ്സ് കൊണ്ടിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല, മൂത്രം ബ്ലോക്ക് ആകുന്ന സിറ്റുവേഷൻ, ഓർ സെക്കൻഡറി സ്റ്റോൺ ഫോർമേഷനൊക്കെ മൂത്രസഞ്ചിയിൽ ഈ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നെങ്കിൽ വിൽ ഓഫർ ഫോർ ദി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. എൻഡോസ്കോപ്പി ട്രീറ്റ്മെൻറ്റ് കൺവെൻഷനലി പറയുന്ന പ്രൊസീജിയറിൻ്റെ പേര് TURP എന്നാണ്, ട്രാൻസ്യൂരത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. ഈ ട്രാൻസ്യൂരത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് മിക്കവാറും ഓൾഡ് ടെക്നിക്കിൽ ചെയ്യുന്നത് കറൻറ്റ് കട്ടിങ് എന്ന് പറയും. ബിക്കോസ് യു ആർ യൂസിങ് ദ മോണോപോളർ കോർട്ടറി ടു റിസെക്ട് ദി ടിഷ്യൂ and relieve the obstruction. But ഇതിൽ ബുദ്ധിമുട്ടെന്തെന്ന് പറഞ്ഞാൽ റിസെക്ഷൻ ചെയ്യുന്ന സമയത്തിൽ ബ്ലീഡിങ് ആയിരിക്കും. ബിക്കോസ് ദിസ് ഗ്ലാൻഡ് ഈസ് ടോട്ടലി എ ബ്ലഡ് വെസൽസ് ഉള്ള ഗ്ലാൻഡാണ്. അപ്പോൾ റിസെക്ഷൻ ചെയ്യുന്ന സമയത്ത് മൊത്തം ബ്ലീഡിങ് ചാൻസ് കൂടുതലാണ്. ഈ TURP ഈസ് എ ഓൾഡ് ടെക്നിക് വെരിൻ നിങ്ങൾ പ്രൊസീജിയർ ചെയ്യാൻ യൂസാക്കുന്ന വെള്ളത്തിൻ്റെ ഇത് ഗ്ലൈസിൻ വെള്ളമായിരിക്കും. അപ്പോൾ അതിന് റിസ്ക്കുള്ള പേഷ്യൻസും ഏജ് റിലേറ്റഡ് ആകുമ്പോൾ കുറേ വെള്ളം ഈ വിഷൻ ക്ലിയർ നോക്കാൻ വേണ്ടിയിട്ട് യൂസാക്കുന്ന വെള്ളം തടിയിലേക്ക് വലിച്ചെടുക്കും. സോ അതിന് കൊണ്ടിട്ട് TUR സിൻഡ്രോം പറയുന്നൊരു കോംപ്ലിക്കേഷൻ ചാൻസ് കൂടുതലാണ്, ബ്ലീഡിങ് കൂടുതലാണ്, ലോങ് ടേം ട്യൂബ് വയ്ക്കേണ്ടി വരുന്നത്, പോസ്റ്റ് ഓപ്പിൽ ബ്ലീഡിങ് കൂടുതലാണ്, പോസ്റ്റ് റിസെക്ഷൻ കഴിഞ്ഞ് ട്രാക്ഷൻ വേണ്ടി വരുന്നു. സോ ദിസ് ഈസ് എ കൺവെൻഷണൽ മെത്തഡ്, ഓൾഡ് ടെക്നിക്കിൽ വളരെ പ്രയാസമുള്ള ഒരു പ്രൊസീജിയറാണത്. So it is not safe for any high risk patients. Cardiac patients ആണോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് ആണോ ന്യൂറോളജി പേഷ്യൻസ് റിസ്ക്കുള്ള പേഷ്യൻസിന് ഈ പ്രൊസീജിയർ ഇസ് കൺസിഡർ ആസ് എ ഹൈ റിസ്ക് പ്രൊസീജിയർ ഫോർ ദി patient. Okay, so what is the safe procedure what is available right now is using the thulium fiber laser. Thulium fiber laser എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ thulium fiber laser resection, that's we call it as a thulium fiber laser resection. സെയിം വേ TURP ചെയ്യുന്ന പോലെ തന്നെ ടിഷ്യൂ റിസെക്ഷൻ ചെയ്യുന്ന സമയത്തിൽ ഞങ്ങൾക്ക് ബ്ലീഡിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ആൻഡ് ദി പ്രൊസീജിയർ യൂസ് ആക്കുന്ന സലൈൻ വെള്ളമാണ്. ഈ സലൈൻ വെള്ളം പ്രൊസീജിയർ ചെയ്യുമ്പോൾ യൂസ് ആക്കുന്ന കൊണ്ടിട്ട് വെള്ളം തടിയിലേക്ക് വലിച്ചെടുക്കില്ല. അതുകൊണ്ട് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാതിരിക്കുമ്പോൾ ഈ TUR സിൻഡ്രോം വളരെ വളരെ ലെസ്സാണ്. പോസ്റ്റ് ഓഫ് ബ്ലീഡിങ് വളരെ ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാം. ചെയ്യുന്ന സമയത്തും ചെയ്ത ശേഷമുള്ള ബ്ലീഡിങ് ചാൻസസ് വളരെ കുറവാണ്. ആൻഡ് ഈ ഹീലിംഗ് പ്രോസസ് വിൽ ബി ലിറ്റിൽ ഫാസ്റ്റർ. ഓക്കെ, സോ അതുകൊണ്ട് thulium fiber laser resection, ഇറ്റ് ഈസ് കോൾഡ് എസ് TURP TFL എന്നാണ് പ്രൊസീജിയർ പറയുള്ളൂ. thulium vapor resection ഓഫ് ദി പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ സേഫായ പ്രൊസീജിയറാണ്. ഇറ്റ്സ് എ ലേറ്റസ്റ്റ് പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിലാണ്. അപ്പോൾ സർ, നമ്മളിപ്പോൾ ഇത്രയും നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂക്ലിയസേഷൻ ആൻഡ് TURP എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് അതിനെക്കുറിച്ച് എന്താണ് സർ?
ഇൻ പ്രോസ്റ്റേറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് രണ്ട് ടൈപ്പിൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് ആണുള്ളത്. ഒന്ന് യൂനിക്ലിയേഷൻ ഓർ വി ഗോ ഫോർ വേപ്പർ റിസെക്ഷൻ. യൂനിക്ലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഹോളിയമാണ് സ്റ്റാൻഡേർഡായിട്ട് ഹോളിയം ലേസറിന് യൂനിക്ലിയേഷൻ ചെയ്യുന്നത്. ബട്ട് വി നൗ യൂസ് തുലിയം ലേസർ ടു യൂനിക്ലിയേറ്റ് ആൾസോ. യൂനിക്ലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം അഡിനോമൻ്റെ പുഷാക്കിയിട്ട് ഞങ്ങൾ സഞ്ചിൻ്റെ ഉള്ളിൽ ലാർജ് ഗ്ലാൻഡിനെ മൊത്തം പുഷ് ചെയ്തിട്ട് സഞ്ചിൻ്റെ ഉള്ളിലിട്ട് ദെൻ വി ഡു അനദർ പ്രൊസീജിയർ നോൺ ആസ് മോർസലേഷൻ. അപ്പോൾ ഇത് ഈ മോർസലേഷനും ഈ ഇതിനെ കൊണ്ടിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ്? മോർസലേഷൻ ഉണ്ടാകുമ്പോൾ ചെറുങ്ങനെ ബ്ലാഡർ ഇഞ്ചുറി ആകുന്ന ചാൻസസ് ഒക്കെ കൂടുതലുണ്ട്. ഈ ന്യൂക്ലിയേഷനൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ആൾമാർക്ക് ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ടാകും. യെസ്, ഇറ്റ് മേ ബി ടെമ്പററി ഇൻ സം പീപ്പിൾ, ഇറ്റ് മേ ബി little more in some people. Over the time it may heal. ബട്ട് സേഫ് ആയിട്ടുള്ള ഇൻകോണ്ടിനൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് വേപ്പർ റിസെക്ഷൻ. ഇപ്പോൾ കൺവെൻഷനൽ TURP ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എല്ലാവർക്കും ആദ്യം ഒരു പ്രൊസീജിയർ റിക്കമെൻഡ് ആക്കേണ്ടത് TURP എന്നാണ്. ബട്ട് TURP ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടെങ്കിലും അത് ഹൈ റിസ്ക് ആണ്. ഈ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് പോസിബിളാണ്. ഇപ്പോൾ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിടത്ത് ബ്ലീഡിങ്, TURP TFL എന്ന് പറയുമ്പോൾ തൂലിയം വേപ്പർ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റിൽ ബ്ലീഡിങ് ഉണ്ടാവില്ല. എനി സൈസ് ഗ്ലാൻഡ് ഞങ്ങൾക്ക് റിസെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് TUR സിൻഡ്രോം ചാൻസസ് വളരെ ലെസ്സാണ്, ബ്ലീഡിങ് ലെസ്സാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനും അഡ്രസ്സ് ആക്കാൻ പറ്റുന്ന ഒരേ പ്രൊസീജിയറാണ് തുലിയം വേപ്പർ റിസെക്ഷൻ. യെസ്, ലാർജസ്റ്റ് ഗ്ലാൻസ് ഉണ്ടാകുമ്പോൾ ദർ മേ ബി സം ഇൻഡിക്കേഷൻ ഫോർ യൂനിക്ലിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഒരു പ്രൊസീജിയർ TURPയിലുള്ള സൈസിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത് സേഫായിട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊസീജിയറാണ് തുലിയം വേപ്പർ റിസെക്ഷൻ വിത്ത് ദ TFL. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം നമ്മളോട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ കോമൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സർജറിയുടെ എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിരിക്കുകയാണ് നമ്മുടെ സർ. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇനി അടുത്തൊരാഴ്ച നമ്മൾ വീണ്ടും ഇതേപോലെ BMH ഹോസ്പിറ്റലിലെ തന്നെ വേറൊരു ഡോക്ടറുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു.